എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഏതെല്ലാം വിധത്തിലുള്ള വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ ഉണ്ട്? എന്തൊക്കെ പരിപോഷിക്കാൻ അല്ലെങ്കിൽ എന്തെല്ലാം പദ്ധതികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രോജക്റ്റുകളാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ വിദ്യാഭ്യാസ പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് വാർധാ പദ്ധതിയെ പറ്റി നോക്കാം. വാർധാ പദ്ധതി എന്ന് പറയുന്ന ആശയം ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ ഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധിജി കൊണ്ടുവന്നുവരുന്ന ഒരു വിദ്യാഭ്യാസ പ്രോജക്റ്റ് ആണ് വാർത്താ സ്കീം എന്ന് പറയും. 1937 കൊണ്ടുവന്ന വിദ്യാഭ്യാസ പ്രോജക്റ്റ് ആണ് വാർത്താ സ്കീം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ പറയുന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വാർധാ പദ്ധതിയെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹരിജൻ എന്ന ഗാന്ധിജിയുടെ മാസികയിൽ അദ്ദേഹം പറയുകയുണ്ടായി തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി. അദ്ദേഹം തന്റെ മാസികയിലെ അല്ലെങ്കിൽ ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റിയും ബ്രിട്ടീഷുകാർ വന്ന ശേഷം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന പ്രശ്നങ്ങളെ എല്ലാം ഇദ്ദേഹം അതിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഓൾ ഇന്ത്യ നാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസ് അങ്ങനെ വാർധയിൽ വെച്ച് നടന്നു. ഈ വാർധയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ നാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ ആരും പങ്കെടുത്തിരുന്നു? നമ്മുടെ ഗാന്ധിജിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 1937 ഒക്ടോബർ മാസം 22, 23 തീയതികളിൽ നടന്ന വാർത്താ സമ്മേളനത്തില് 3 അടിസ്ഥാന പ്രമേയങ്ങളാണ് പാസ്സാക്കുകയുണ്ടായത്. എന്താണ്? 1937 ഒക്ടോബർ മാസം 22 23 തീയതികളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ 3 അടിസ്ഥാന പ്രമേയങ്ങൾ പാസ്സാക്കുകയുണ്ടായി. ആ 3 പ്രമേയങ്ങൾ നോക്കാം. 1, 7 വർഷത്തേക്ക് രാജ്യവ്യാപകമായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. എന്താണ്? 7 വർഷത്തേക്ക് രാജ്യവ്യാപകമായി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. നെക്സ്റ്റ് നോക്കിയേ, മാതൃഭാഷാ പഠനം മാധ്യമമായിരിക്കും. നെക്സ്റ്റ്, വിദ്യാഭ്യാസം ബിരുദത്തിനും പരീക്ഷയ്ക്കും മാത്രമല്ല, മാനുവൽ അല്ലെങ്കിൽ ഉൽപാദനക്ഷമമായ ജോലിയെ കേന്ദ്രീകരിച്ചായിരിക്കും. നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു, വാർത്താ പദ്ധതി ലക്ഷ്യമാക്കിയിരുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെയാണ്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. വാർധയിലെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1938 മാർച്ചിൽ ആദ്യത്തെ വിപുലമായ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ രേഖ സമർപ്പിക്കുകയുണ്ടായി. ഇതിനെ വിദ്യാഭ്യാസത്തിന്റെ വാർധാ സ്കീം എന്നാണ് ഈ പദ്ധതിയെ അറിയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ പദ്ധതിയെ വിളിക്കുന്ന മറ്റു പേരുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അറിയപ്പെടുന്നത് നൈ താലീം, രണ്ടാമതായിട്ട് അടിസ്ഥാന വിദ്യാഭ്യാസം, മൂന്നാമതായിട്ട് വിളിക്കുന്നത് ബുനിയാദി താലീം എന്നാണ്. ബുനിയാദി താലീം, അതുകൂടാതെ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം, നൈ താലീം എന്നീ പേരുകളിൽ നമ്മുടെ വാർത്താ സ്കീമിനെ അറിയപ്പെടുന്നുണ്ട്. എടാ, ഈ ബുനിയാദി എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ബുനിയാദി താലീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിക്ഷ എന്നാണ്. ബുനിയാദി ശിക്ഷ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും പേരുകളിലാണ് നമ്മുടെ ഈ വാർത്താ സ്കീം അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ പറയുന്ന വാർധാ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സവിശേഷത, 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും 8 വർഷത്തേക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നു. അതെന്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്? ലിംഗഭേദമോ മതമോ സംസ്കാരമോ പരിഗണിക്കാതെയായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ നോക്കുക, 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള എല്ലാ പേർക്കും 8 വർഷത്തേക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നു. ലിംഗഭേദമോ മതമോ സംസ്കാരത്തെയോ പരിഗണിക്കാതെയായിരുന്നു ഇത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, എല്ലാ പ്രദേശങ്ങളിലും വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പ്രധാന പഠന മാധ്യമമായി മാതൃഭാഷയെ മാറ്റി. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനു കൊടുത്തു തുടങ്ങണമെന്നാണ് ഇതിൽ പറഞ്ഞത്, വാർത്താ സ്കീമിൽ പറഞ്ഞത്. നമ്മുടെ മാതൃഭാഷയാണ് കൂടുതൽ പരിപോഷിപ്പിക്കേണ്ടതും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതും എന്നുമാണ് ഈ പദ്ധതിയിലൂടെ ഊന്നൽ നൽകുന്നത്. മൂന്നാമത്തെ പോയിന്റ്, പരീക്ഷയെ ഭയക്കാതെയുള്ള പഠനം. അതായത് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു പേടി സ്വപ്നമായിട്ട് മാറരുത്. പരീക്ഷയെ നമ്മൾ ഒരു ഭയവുമില്ലാതെ, ഒരു ഭയമില്ലാത്ത ഒരു അപ്രോച്ചോട് കൂടി കാണേണ്ട ഒന്നാണ് എക്സാം എന്നാണ് വാർത്താ പദ്ധതി പറയുന്നത്.
നെക്സ്റ്റ് നോക്കിയേ, ജോലിക്കൊപ്പം വിദ്യാഭ്യാസം. അതായത് നമ്മൾ പഠിക്കുന്നത് പഠനത്തിന് വേണ്ടി, പഠിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം പഠനത്തോടൊപ്പം തൊഴിൽ കൂടെ നൽകുമ്പോൾ, വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഒരു തൊഴിലിലേക്ക് ഏർപ്പെടാനോ ജീവിതത്തിന്റെ പുതിയ ഒരു മേഖലയിലേക്ക് എത്താനോ അതുവഴി കഴിയുന്നുവെന്നാണ് വാർധാ പദ്ധതിയുടെ ഈ പറയുന്ന സവിശേഷതകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയുടെ നയി തലീം എന്ന പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ 13 ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകമാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി തലീം. ശ്രദ്ധിക്കുക, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി തലീം. ഗാന്ധിജീസ് നയി തലീം. ഓക്കെ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഗാന്ധിജീസ് നയി തലീം എന്നതാണ് ആ പറയുന്ന ബുക്കിന്റെ പേര്. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോജക്റ്റിന്റെ പേരാണ് ജനശാല പദ്ധതി എന്ന് പറയും. കേന്ദ്ര സർക്കാരിന്റെയും UN-ന്റെയും 5 ഏജൻസികളുടെ സഹായത്തോടു കൂടി പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതിയെ വിളിക്കുന്ന പേരാണ് ജനശാല പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് UN-ന്റെ 5 ഏജൻസികൾ എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. നമുക്ക് 5 ഏജൻസികൾ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ UN-ന്റെ 5 ഏജൻസികൾ എന്ന് പറയുന്നത്. ആ 5 ഏജൻസികളുടെ പേര് നോക്കാം. ഒന്ന് UNDP, ഒന്നേതാണ് UNDP, 2 യുണിസെഫ്, 3 യുനെസ്കോ, 4 ILO, 5 UNFPA. ഇതാണ് ഈ UN-ന്റെ 5 ഏജൻസികൾ എന്ന് പറയുന്നത്. UNDP എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് UNDP. 2 യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് യുണിസെഫ് എന്ന് പറയുന്നത്. 3 എന്താണ്? യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 4 എന്താണ്? ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 5 എന്താണ്? UNFPA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ്. ഈ പറയുന്ന 5 ഏജൻസികളാണ് UN-ന്റെ പ്രധാനമായിട്ടുള്ള ജനശാലയിൽ വരുന്ന 5 ഏജൻസികൾ. മൂന്നാമത്തെ വിദ്യാഭ്യാസ പ്രോജക്റ്റിലേക്ക് നമുക്ക് പോകാം. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്നതാണ് മൂന്നാമത്തെ വിദ്യാഭ്യാസ പ്രോജക്റ്റിന്റെ പേര്. ഇത് വന്ന വർഷം 2013-ലാണ്. ഇതിനെ റൂസ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. റൂസ. ഇത് ഹിന്ദിയാണ് കേട്ടോ. ഹിന്ദിയിലെ വാക്യമാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹിന്ദിയാണ്. ഈ കൊടുത്തിരിക്കുന്നതിന്റെ ഹിന്ദിയുടെ തനി മലയാളമാണ് ഈ തന്നിരിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ ദൗത്യം എന്നതാണ് ഈ കൊടുത്തിരിക്കുന്നതിന്റെ മലയാളം. അടുത്ത് നോക്കിയാ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്നതാണ് നമ്മുടെ റൂസയുടെ ലക്ഷ്യം. എന്താണ്ട്? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക. അതുകൂടാതെ ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി കൂടെയാണ്. എന്താണ്? ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്ക്, മൊത്തം 316 സംസ്ഥാന പൊതു സർവകലാശാലകളും. എത്ര സംസ്ഥാന പൊതു സർവകലാശാലകളാണ് പറയുന്നത്? മൊത്തം 316 സംസ്ഥാന പൊതു സർവകലാശാലകളും 13,024 കോളേജസുകളിലുമാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. എത്രയാണ്? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മൊത്തം 316 സംസ്ഥാന പൊതു സർവകലാശാലകളും 13,024 കോളേജുകളുമാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കുക, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അക്കാഡമിക് പരീക്ഷാ പരിഷ്കാരങ്ങൾ ഉറപ്പാക്കുക. ഈ പറയുന്ന പദ്ധതികളാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ടും പ്രധാന പദ്ധതികളായിട്ടും മേൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ തുടർഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നിങ്ങൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ കഴിവതും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു സോ മച്ച്.